ആത്മസംസ്കരണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പാതയിൽ വ്രതശുദ്ധിയുടെ റമദാൻ മാസത്തിന് തുടക്കമായി. നീണ്ട പ്രാർത്ഥനകളിലൂടെയും ദൈവപ്രകീർത്തനങ്ങളിലൂടെയും പാപമോചനം തേടുന്ന ദിനരാത്രങ്ങളാണിന്ന്. വിശ്വാസികൾ ഖുർആൻ പാരായണത്തിലും പ്രാർത്ഥനകളിലും രാത്രി ദീർഘനേരം നമസ്കാരത്തിലും മുഴുകും. പകൽ ആഹാരപാനീയങ്ങൾ ഒഴിവാക്കി പ്രാർത്ഥനയും നമസ്കാരവുമായി പള്ളികളിൽ ഒത്തുകൂടും. റമദാനിൽ നോമ്പ് നോക്കൽ ഇസ്ലാമിൻ്റെ 5 അടിസ്ഥാന കർമ്മങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പകൽ സമയം മുഴുവൻ നോമ്പനുഷ്ഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾ പാവപ്പെട്ടവർക്കും മറ്റു നിരാലംബർക്കും വേണ്ട സഹായങ്ങൾ നൽകുകയും കൂടുതൽ മാനുഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന മാസം കൂടിയാണ് റമദാൻ. റംസാൻ പിറ പ്രത്യക്ഷപ്പെടുന്നതിനെ അടിസ്ഥാനമാക്കിയാണ് വ്രതം ആരംഭിക്കുന്നത്. ആദ്യത്തെ 10 കാരുണ്യത്തിനു വേണ്ടിയും, രണ്ടാമത്തെ 10 പാപമോചനത്തിനു വേണ്ടിയും, മൂന്നാമത്തെ 10 നരകമോചനത്തിനു വേണ്ടിയും നമസ്കാരങ്ങളും പ്രത്യേക പ്രാർത്ഥനകളും ഉണ്ടാകും. രണ്ടാമത്തെ 10 ബദർ, അവസാന 10 ലൈലത്തുൽ ഖദർ എന്നീ ദിനങ്ങളിൽ പ്രത്യേകമായ ദിക്റുകളും പ്രാർത്ഥനകളും രാത്രി നമസ്കാരവും പള്ളികളിൽ നടക്കും. മുക്കാലമായ പരിശുദ്ധമായ റമദാൻ മാസം നമ്മളിലേക്ക് ഇന്നലത്തെ രാത്രിയോടുകൂടെ കടന്നു വന്നിരിക്കുകയാണ്. ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10 നടുവിലത്തെ 10 പാപമോചനത്തിൻ്റെ 10, അവസാനത്തെ 10 നരകമോചനത്തിൻ്റെ 10. ഈ ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10 പരമാവധി നാം കാരുണ്യ പ്രവർത്തനങ്ങളുമായി കൊണ്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമം നടത്തണം. അതോടൊപ്പം തന്നെ ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടത് 4 കാര്യങ്ങളാണ് എന്ന് ഹബീബായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി നമ്മോട് പറയുന്നു. ആ 4 കാര്യങ്ങൾ വർദ്ധിപ്പിക്കുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുക്കൽ ജന്നത്ത വഅഊദു ബിക മിനന്നാർ എന്ന ദിക്റിന് പുറമെ ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10 ആയതുകൊണ്ട് അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ, കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്ന അള്ളാഹുവെ ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണമേ എന്ന ഈ പ്രാർത്ഥന ധാരാളം വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ജീവിതം നന്നാക്കുവാനും ആത്മസംസ്കരണത്തിലൂടെ ധാരാളം പുണ്യങ്ങൾ വാരിക്കൂട്ടുവാനും നാം ശ്രമം നടത്തേണ്ടതാണ് എന്ന് ഈ സമയത്ത് നിങ്ങളെ ഉണർത്താൻ ആഗ്രഹിക്കുന്നു.